ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഏകാന്തതയെ ജയിക്കുക അനേകർ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയാണ്, മനസ്സുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് ഏകാന്തത, ലോൺലിനെസ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പാസ്റ്റർ ഡെറിക് പ്രിൻസ് അവരുടെ ബയോഗ്രഫി, ജീവചരിത്രം വായിക്കുകയുണ്ടായി. ആ ജീവചരിത്രത്തിൻ്റെ ആരംഭഭാഗങ്ങളിൽ ഡെറിക് പ്രിൻസ് അവരുടെ ബാല്യകാലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പ്രത്യേക അധ്യായങ്ങൾ വായിച്ചപ്പോൾ വളരെ ദുഃഖം തോന്നി. വളരെ ദുഃഖം ഹൃദയത്തിൽ എനിക്കുണ്ടായി. ഡെറിക് പ്രിൻസ് അവർ ജനിച്ചത് ഇന്ത്യയിലാണ്, ബാംഗ്ലൂരിലാണ് ജനിച്ചത്. 5 വയസ്സ് വരെ ബാംഗ്ലൂരിലായിരുന്നു. 5-ാം വയസ്സിൽ പിതാവും മാതാവും തീരുമാനിച്ചു, കുഞ്ഞ് ഇന്ത്യയിൽ പഠിച്ചാൽ ശരിയാകത്തില്ല. ഇത് 1915 സംഭവിക്കുന്ന കാര്യമാണ്. 1915 പാസ്റ്റർ ഡെറിക് പ്രിൻസ് അവർ ബാംഗ്ലൂരിൽ ജനിക്കുന്നത്. 5 വർഷം കഴിയുമ്പോൾ 1920 ആകുമ്പോൾ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു ഇംഗ്ലണ്ടിലേക്ക് മടക്കി വിട്ട് ഇംഗ്ലണ്ടിൽ പഠിപ്പിക്കുക. അങ്ങനെയാണ് മാതാപിതാക്കൾ സ്വന്തം നാട്ടിലേക്ക് ഡെറിക് പ്രിൻസിനെ മടക്കി വിടുന്നത്. അവിടെ 5-ാം വയസ്സിൽ ഏകാന്തതയിലായ പാസ്റ്റർ ഡെറിക് പ്രിൻസ് അവരുടെ അനുഭവങ്ങൾ വായിച്ചപ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത നൊമ്പരമുണ്ടായി. 5-ാം വയസ്സിൽ പപ്പായും മമ്മിയും കൂടെയില്ല. ഇംഗ്ലണ്ടിൽ അവിടെയുള്ള സ്കൂളിൽ പഠിക്കുന്നു. ആ സാഹചര്യം ചിന്തിച്ച് നോക്കുക. ആ സാഹചര്യം കൊണ്ടുവരുന്ന നൊമ്പരം വളരെ വലുതാണ്. ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ആയിരുന്നു. ഗ്രാൻഡ് മദറാണ് പിന്നീട് ഡെറിക് പ്രിൻസ് അവരെ വളർത്തിയത്. എന്നാൽ മാതാപിതാക്കൾ അരികിലില്ല. അന്നത്തെ കാലമാണ്, കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. മാതാപിതാക്കൾക്ക് ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് ഇംഗ്ലണ്ടിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല. 1 മാസമൊക്കെ എടുക്കും ആ യാത്ര. ആ നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, അതേപോലെ ഉള്ള ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ വല്ലാത്ത ഏകാന്തത അനുഭവിക്കും. അത് ഹൃദയത്തിൽ വല്ലാത്ത നൊമ്പരങ്ങൾ കൊണ്ടുവരും. ആ പുസ്തകത്തിൽ തന്നെ വിൻസൻ ചർച്ചിലിൻ്റെ അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസൻ ചർച്ചിലും ഇതുപോലെ തന്നെ ബാല്യത്തിൽ തന്നെ ആ കുഞ്ഞിനെ ഹോസ്റ്റലിൽ വിടുകയുണ്ടായി. ഒരു അനുഭവം എഴുതിയിരിക്കുന്നത്, ഹോസ്റ്റലിൽ മാതാപിതാക്കളെ കാണാതെ ഏകാന്തതയിലായിരിക്കുകയാണ് വിൻസൻ ചർച്ചിൽ. തൻ്റെ പിതാവ് താൻ പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്ത ബിൽഡിങ്ങിലുള്ള ഒരു മീറ്റിങ്ങിൽ കടന്നു വന്ന് അവിടെ പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചിട്ട് അദ്ദേഹം വളരെ അത്യാവശ്യമായ അടുത്ത സ്ഥലത്തേക്ക് പോയി. തൊട്ടടുത്ത സ്കൂളിലെ ഹോസ്റ്റലിലൊന്ന് വന്നിട്ട് കുഞ്ഞുമകനെ കാണാൻ ആ പിതാവിന് കഴിഞ്ഞില്ല. ഇത് മുഖാന്തരം അനേകർ നൊമ്പരങ്ങൾ അനുഭവിക്കുന്നു, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നു, ശൂന്യതകൾ അനുഭവിക്കുന്നു, ഏകാന്തത അനുഭവിക്കുന്നു. ഏകാന്തതയിൽ മനുഷ്യനായിരിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഏകാന്തതയിലായിരിക്കുന്നവർ, അവർക്ക് ഉണ്ടാകുന്ന ചിന്തകളിൽ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് എനിക്കാരുമില്ല. അതോടൊന്നിച്ച് തന്നെ ഞാനാരുമല്ല. ഈ ചിന്തകൾ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് എനിക്കാരുമില്ല എന്ന ഒരു ചിന്ത കടന്നു വരുന്നുണ്ടോ? ഞാനാരുമല്ല എന്ന ഒരു ചിന്ത കടന്നു വരുന്നുണ്ടോ? ഏകാന്തതയുടെ അടയാളമാണ്, ലോൺലിനെസ്സിൻ്റെ അടയാളമാണ്. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. മനുഷ്യൻ ലോൺലി ആയിരിക്കുന്നത്, തനിയെ ഇരിക്കുന്നത്, എലോണായിരിക്കുന്നത്, ഏകനായിരിക്കുന്നത് നന്നല്ല. ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ഇന്നത്തെ ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഏകാന്തതയിലൂടെയാണ്, ലോൺലിനെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. കണക്കുകൾ പറയുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ
2 പേരിൽ ഒരാൾ ലോൺലി ആയിട്ടാണ് ആയിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ആയിരിക്കുന്നത് എന്ന് അവിടുത്തെ രേഖകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണ് നമുക്ക് അറിവ് നൽകി തരുന്നത്. 2 പേരിൽ ഒരാൾ എന്ന് പറയുമ്പോൾ 50% ഓഫ് പോപ്പുലേഷൻ, 50% ആ രാജ്യത്തെ ജനസംഖ്യയിൽ 50% ആളുകൾ ഏകാന്തത, ലോൺലിനെസ് അനുഭവിക്കുകയാണ്. അതുപോലൊക്കെ തന്നെയായിരിക്കും ഇന്ത്യയിലെയും അവസ്ഥ. നമുക്ക് കൃത്യമായ കണക്കുകൾ അറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ അനേകർ ഏകാന്തത അനുഭവിക്കുന്നു. വിവിധ കാരണങ്ങൾ മുഖാന്തരം ലോൺലിനെസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വിശേഷിച്ചും ഈ ബാല്യകാല ലോൺലിനെസ്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ അവരുടെ ശേഷിച്ച ജീവിതത്തിൽ ആ ലോൺലിനെസ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും. അവർ വിവാഹം കഴിച്ചാലും അവർ ജനക്കൂട്ടത്തിൻ്റെ നടുവിലാകുന്നു എങ്കിൽ പോലും ആ മനസ്സിനകത്തുണ്ടായ ആ ലോൺലിനെസ് അതവിടെ തുടരും. അതിനൊരു സൗഖ്യം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തുടരും. പാസ്റ്റർ ഡെറിക് പ്രിൻസ് അവர்கள் 5-ാം വയസ്സിൽ മാതാപിതാക്കളിൽ നിന്ന് അകന്നപ്പോൾ ഉണ്ടായ ഏകാന്തതയെ പിൽക്കാലത്ത് യേശുവിനെ കണ്ടുമുട്ടുന്നതിലൂടെ പരിഹരിച്ചതുകൊണ്ടാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട, ഫലപ്രദമാകുന്നൊരു ജീവിതം, വിജയകരമാകുന്നൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ ഇത് പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ യേശുക്രിസ്തുവിന് മാത്രമേ ഈ ലോൺലിനെസ്സിനെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. ഇത് പരിഹരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആയുസ് മുഴുവൻ എന്തോ ഒന്ന് നഷ്ടമായിരിക്കുന്നുവല്ലോ, ഏതോ ഒരു ശൂന്യതയുണ്ടല്ലോ, എനിക്കാരുമില്ലല്ലോ, ഞാനാരുമില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ ജീവിതം തുടരേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് അനേകർക്ക് സംഭവിച്ചിരിക്കുന്നത്. ആ ദുരവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവിചാരിതമായിട്ടല്ല നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്. യേശുക്രിസ്തുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. വലിയവനാകുന്ന ദൈവം നിങ്ങളെ ആ മേഖലയിൽ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചില വാക്യങ്ങൾ കൂടെ വായിക്കുന്നു. സങ്കീർത്തനം അതിൻ്റെ 27-ന്റെ 10-ാമത്തെ വാക്യം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഇത് ദാവീദിൻ്റെ അനുഭവമാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ലോൺലിനെസ്, അവിടെ എങ്ങനെയാണ് ദാവീദ് അതിനെ ജയിച്ചത്? യഹോവ എന്നെ ചേർത്തുകൊള്ളും. ദാവീദ് ഏകാന്തത അനുഭവിച്ച ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഏകാന്തത അനുഭവിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ലോൺലിനെസ്സിലേക്ക് പോകേണ്ട കാര്യമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, ഇതൊരു വലിയ പ്രോമിസാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. യഹോവ ഷമ്മാ, ദൈവം നമ്മോട് കൂടെ. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർക്ക് ലഭിക്കുന്ന ഒരു വലിയ വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എപ്പോഴും തിരുസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. ഏകാന്തതയിൽ ജീവിതം നയിക്കേണ്ട കാര്യമില്ല. ലോൺലിനെസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു വരുവാൻ കഴിയും. വേദപുസ്തകത്തിൽ ലോൺലിനെസ് അനുഭവിച്ച ചിലരുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ ഏലിയാവ് ഒരു ഘട്ടത്തിൽ വളരെ ലോൺലി ആയി തീർന്നു. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് അതോടൊന്നിച്ച് തന്നെ ചില ഭീഷണിയുടെ മുൻപിൽ തളർന്ന് മരിക്കാൻ ഇച്ഛിക്കുന്നത് കാണുവാൻ കഴിയുന്നു. 19-ാമത്തെ അധ്യായം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 4-ാം വാക്യത്തിൽ, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. അങ്ങനെ വരുമ്പോൾ ലോൺലിനെസ് മുഖാന്തരമായിട്ട് മെൻ്റൽ സിക്നസ്സസ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ലോൺലിനെസ് മുഖാന്തരമായിട്ട് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകും. ലോൺലിനെസ് മുഖാന്തരമായിട്ട് ചിലർ അത് പരിഹരിക്കുവാൻ വേണ്ടി, ആ ശൂന്യതയെ നികത്തുവാൻ വേണ്ടി
ആൽക്കഹോളിസത്തിലേക്കോ മദ്യപാനത്തിലേക്കോ ഡ്രഗ് അഡിക്ഷൻസിലേക്കോ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾക്ക്, എന്തെങ്കിലും അഡിക്റ്റീവാകുന്ന വസ്തുക്കൾക്ക്, മരജ്വാന പോലെയുള്ള വസ്തുക്കൾക്ക് അടിമകളാകുവാനുള്ള സാധ്യതയുണ്ട്. അവിടെയും തീരുന്നില്ല, ഈ ലോൺലിനെസ് മുഖാന്തരമായിട്ട് ശാരീരിക രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാണ് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ചിലതാണ് ഹൃദയ സംബന്ധമാകുന്ന രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതോടൊന്നിച്ച് തന്നെ ചില പ്രത്യേക ശരീര അവയവങ്ങൾക്ക് കേടുവരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ബ്ലഡ് പ്രഷറിന് മാറ്റങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഭക്ഷണം കൂടുതൽ കഴിക്കുവാൻ, ചില ഭക്ഷണത്തിന് അടിമകളായി തീരുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഭക്ഷണത്തിന് അടിമകളായി തീരുകയാണ് എങ്കിൽ അത് മുഖാന്തരമായിട്ട് ശരീരാവയവങ്ങൾക്ക് കേടുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആൽഷമേഴ്സ് എന്ന രോഗം വരുവാനുള്ള സാധ്യതയുണ്ട്. വണ്ണം കൂടുവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പല രോഗബാധകൾ ഉണ്ടാകുവാനുള്ള സാധ്യത, ഏകാന്തത, ലോൺലിനെസ് മൂലം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ലോൺലിനെസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ദാവീദ് എഴുതിയ ചില സങ്കീർത്തനങ്ങളിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ദാവീദ് എഴുതിയ അനേകം സങ്കീർത്തനങ്ങളിൽ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യം, എങ്കലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. 142-ാമത്തെ സങ്കീർത്തനം 142-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം, വലത്തോട്ടു നോക്കി കാക്കണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. നോക്കുക, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ, എനിക്കാരുമില്ലല്ലോ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ, ശരണം എനിക്ക് പൊയ്പോയിരിക്കുന്നു, എൻ്റെ പ്രാണനു വേണ്ടി ആരും കരുതുന്നില്ല. ലോൺലിനെസ്സിൻ്റെ വ്യക്തമാകുന്ന പ്രകടനങ്ങളാണ് ഈ പദപ്രയോഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. എന്നെ അറിയുന്നവനാരുമില്ലല്ലോ, ശരണം എനിക്ക് പോയിരിക്കുന്നു, എൻ്റെ പ്രാണനു വേണ്ടി ആരും കരുതുന്നില്ല. ദാവീദ് ചില സന്ദർഭങ്ങളിൽ ലോൺലിനെസ് അനുഭവിച്ചിട്ടുണ്ട്. പൗലോസ് തൻ്റെ ജീവിതാനുഭവത്തിൽ ലോൺലിനെസ്സിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ അങ്ങനെ കാതലായിട്ട് അനുഭവിച്ചു കാണുവാൻ സാധ്യതയില്ല. അതിനെയെല്ലാം വളരെ നിസ്സാരമായിട്ട് പൗലോസ് കീഴ്പ്പെടുത്തി എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. നിരന്തരം ദൈവസാന്നിധ്യം അനുഭവിച്ച അപ്പോസ്തലനാകുന്നുവല്ലോ. എന്നാൽ അതിനെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ പൗലോസ് നടത്തിയിരിക്കുന്നത് 2 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, ചെമ്പു പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവൻ്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. 16-ാം വാക്യത്തിൽ, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ 14 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ആദ്യം വായിച്ചത്. 16-ാം വാക്യത്തിലാണ് അത് കാണാൻ കഴിയുന്നത്. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. പൗലോസും അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. യേശുക്രിസ്തു ലോൺലിനെസ് കാൽവറി ക്രൂശിൽ അനുഭവിച്ചു. നമുക്ക് വേണ്ടി യേശുക്രിസ്തു പകരക്കാരനായി തീർന്നതിനാൽ നമ്മൾ അനുഭവിക്കേണ്ട സകലവിധമാകുന്ന മാനസിക ശാരീരിക സംഘർഷങ്ങളും യേശുക്രിസ്തു ക്രൂശിൽ വഹിക്കുകയുണ്ടായി. അങ്ങനെ യേശു വഹിക്കുന്ന സന്ദർഭത്തിൽ യേശു ലോൺലിനെസ് അനുഭവിച്ചു എന്നത്, നമുക്ക് വേണ്ടി അവിടുന്ന് ലോൺലി ആയി എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതാണ് ഏറ്റവും വലിയൊരു സാധ്യത. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് സൗഖ്യം ലഭിക്കും എന്നതിനുള്ള ഏറ്റവും വലിയ സാധ്യത യേശുക്രിസ്തു ഇത് ക്രൂശിൽ വഹിച്ചു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്നു. ലോൺലിനെസ്സിൽ നിന്ന് പുറത്തു വരാം.
ലോൺലിനെസ് കൂടാതെ ജീവിക്കാം, ഏകാന്തതയില്ലാതെ ജീവിക്കാം. എപ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. യേശു ഇത് ക്രൂശിൽ നമുക്ക് വേണ്ടി വഹിച്ചതിനാൽ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 26-ാമത്തെ അധ്യായം 36 മുതലുള്ള വാക്യങ്ങളിൽ, അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെയുള്ള സംഭവം നമുക്കറിയാമല്ലോ. യേശു 38-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. കർത്താവാകുന്ന യേശു ക്രിസ്തു ഗദശമനയിലായിരിക്കുമ്പോൾ തൻ്റെ സ്വന്തം ശിഷ്യന്മാർക്ക് പോലും യേശുവിനോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയുന്നില്ല. അവിടെ യേശു തനിയായി, ആരുമില്ല. ക്രൂശിൽ യേശു ഒറ്റപ്പെട്ടതുപോലെ ഗത്സമന മുതൽ തന്നെ യേശു ലോൺലി ആകുകയാണ്. ആരുമില്ല. നമുക്ക് വേണ്ടിയാണ് യേശു അത് അനുഭവിച്ചത്. യേശുവിന് ആ സമയത്ത് അവിടുത്തെ ദൂതന്മാരെ യേശുവിൻ്റെ അരികിൽ യേശുവിന് കൊണ്ടുവരാൻ കഴിയുമല്ലോ. ഒരു ലഗ്യോനിലധികം ദൂതന്മാരെ പിതാവിന് യേശുവിൻ്റെ അരികിൽ അയക്കുവാൻ കഴിയും. അങ്ങനെ യേശുവിന് അത് അനുഭവിക്കേണ്ട ആവശ്യമേ ഇല്ല. യേശു അതൊരിക്കലും അനുഭവിക്കത്തില്ല. അവിടുന്ന് എപ്പോഴും പിതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അത് അനുഭവിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി പകരക്കാരനായി യേശു ക്രൂശിൽ ഏകാന്തത അനുഭവിച്ചു എങ്കിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിലും മഹാത്ഭുതം സംഭവിക്കും. നിങ്ങൾക്കും കർത്താവാകുന്ന യേശുവിനാൽ പൂർണ്ണമായിട്ടും ഏകാന്തതയിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുവാൻ കഴിയും. ഏകാന്തത അനുഭവിക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ, ഡിവോഴ്സ് കഴിഞ്ഞവർ ഏകാന്തത അനുഭവിക്കുന്നു. ബാല്യപ്രായത്തിൽ തന്നെ ഹോസ്റ്റൽസിൽ പോകുന്നവർ ഏകാന്തത അനുഭവിക്കുന്നു. വളരെ അടുത്ത പ്രിയപ്പെട്ടവരുടെ ദേഹവിയോഗം മൂലമായിട്ട് ആളുകൾ ഏകാന്തത അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവ് ഏകാന്തത അനുഭവിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങൾ മുഖാന്തരം ആളുകൾ ഏകാന്തതയിലേക്ക്, ലോൺലിനെസ്സിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. അവിടെ അതിനെ സൗഖ്യമാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരികയാണ് എങ്കിൽ ഏകാന്തതയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. അതിന് ഏറ്റവും പ്രധാനമായിട്ടും കൺഫഷൻ, വചനം ഏറ്റുപറയുവാൻ തയ്യാറാകുക. ഏതൊക്കെ സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ലോൺലി ആകുന്നു, ഞാൻ ഏകാന്തത അനുഭവിക്കുന്നു, എനിക്കാരുമില്ല, ഞാൻ ആരുമല്ല എന്നുള്ള ചിന്ത വരുമ്പോൾ വാ തുറന്ന് പറയുക, എനിക്ക് യേശു കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, ദൈവദൂതന്മാർ എനിക്ക് ചുറ്റും കാവൽ നിൽക്കുന്നു. മനഃപൂർവ്വമായിട്ട് ഏറ്റുപറയുക. കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഏറ്റുപറയുക. അത് നമ്മെ ഏകാന്തതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കുന്ന നല്ല മരുന്നാകുന്നു. അതോടൊന്നിച്ച് തന്നെ ദൈവത്തിൻ്റെ വചനം, ചില വചനഭാഗങ്ങൾ സൗഖ്യത്തിന് വേണ്ടി, ഏകാന്തതയിലായിരിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി ചില വചനഭാഗങ്ങൾ വായിക്കുന്നു. ഈ വചനഭാഗങ്ങൾ ആ സമയങ്ങളിൽ അത്തരത്തിലുള്ള ലോൺലിനെസ് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഈ വചനഭാഗങ്ങൾ ഏറ്റുപറയുക. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. മറ്റൊരു ഭാഗം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 73-ാമത്തെ അധ്യായം, സങ്കീർത്തനം 73 മുതലുള്ള വാക്യങ്ങൾ, എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൽ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൽ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. വീണ്ടും
വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. 25-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. ഈ വചനഭാഗങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കുക. എപ്പോൾ ലോൺലിനെസ് വരുന്നു ബൈബിൾ എടുക്കുക, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വചനഭാഗങ്ങൾ, മറ്റു വചനഭാഗങ്ങൾ വായിക്കുക, ധ്യാനിക്കുക, വാഗൊണ്ട് ഏറ്റുപറയുക. സങ്കീർത്തനം 25 അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എങ്കലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പോകുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനാധ്യായമാണല്ലോ 53-ാമത്തെ അധ്യായം. 53-ാമത്തെ അധ്യായത്തിൽ യേശു അനുഭവിച്ച കാര്യം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായുമിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. കർത്താവേ, അങ്ങ് ഇതെല്ലാം എനിക്ക് വേണ്ടി അനുഭവിച്ചതിനാൽ ഞാൻ ഈ മനോവേദന അനുഭവിക്കേണ്ട കാര്യമില്ല, ഈ ഏകാന്തത അനുഭവിക്കേണ്ട കാര്യമില്ല, ഈ ലോൺലിനെസ് അനുഭവിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരുന്നു. ഏകാന്തത കൂടാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. തനിയെ മുറിയിലിരിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം പൊതിയും, ആരും വേണ്ട. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. അതോടൊന്നിച്ച് തന്നെ നിങ്ങൾക്ക് പൊതുസ്ഥലങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ഏകാന്തത അനുഭവിക്കുന്നവർ അതിനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയുള്ള പല ഉപാധികളിൽ ഒന്ന് ദൈവവചനത്തിലൂടെ സൗഖ്യം സ്വീകരിക്കുക, ദൈവ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങുക, യേശുവിൻ്റെ കൂടെയുണ്ട് എന്ന് വാഗൊണ്ട് ഏറ്റുപറയുക, അവിടുത്തെ വാഗ്ദാനങ്ങൾ വാഗൊണ്ട് ഏറ്റുപറയുക. അതോടൊന്നിച്ച് തന്നെ മറ്റുള്ള പ്രിയപ്പെട്ടവരുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ തുടങ്ങുക. ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ അരികിൽ ചെന്നവരെ ഏതെങ്കിലും നിലയിൽ സഹായിക്കുക, രോഗികളെ പോയി കാണുക, അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കുക. നാം അനുഭവിക്കുന്നതിനേക്കാൾ വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരെ കണ്ടുമുട്ടിയിട്ട് അവരോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ സഹകരിക്കുന്നതിലൂടെ, മറ്റുള്ളവരുമായി സഹകരിക്കുന്നതിലൂടെ, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും ഏകാന്തതയിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയും. അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ലോൺലിനെസ്സോ മനസ്സുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശു നിങ്ങളെ ഇപ്പോൾ തൊടുന്നു. കരുണാമയനാകുന്ന യേശു നിങ്ങളെ തൊടുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യം സ്വീകരിക്കുക. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശക്തമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ അനുഭവിക്കട്ടെ. വിശേഷിച്ചും ഏകാന്തതയിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. അത്ഭുത വിടുതൽ ഇപ്പോൾ അവർ പ്രാപിക്കട്ടെ. അത്ഭുത വിടുതൽ ഇപ്പോൾ അവർ പ്രാപിക്കട്ടെ. ഏകാന്തത അവരെ വിട്ടുപോകട്ടെ. മനസ്സ് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കട്ടെ. ബാല്യകാല സംഭവങ്ങൾ മുഖാന്തരമായി ഏകാന്തത പിന്തുടരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാല്യകാല ആഘാതങ്ങൾ, ട്രോമകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന്
യേശുവിൻ നാമത്തിലടിയൻ പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർ ലോൺലിനെസ്സിൽ നിന്നും മനസ്സുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്ന് സൗഖ്യം അനുഭവിക്കട്ടെ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.